എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഐസ് പ്ലാന്റിലേക്കാണ്. ഇവിടെ എങ്ങനെയാണ് ഐസ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്നുള്ള പ്രോസസ്സിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന ഒരു ചേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ആ ചേട്ടൻ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ ചേട്ടനും കൂടി, അവിടുത്തെ തന്നെ ആ ഒരു ചേട്ടനും കൂടിയാണ് ഇപ്പോൾ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് ഇപ്പോൾ നല്ല മെഷീൻ്റെ സൗണ്ടുണ്ട്. അവിടെ ഓൾറെഡി മെഷീൻ പ്രവർത്തിക്കുകയാണ്. ഈ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ ആ മുകളിൽ കയറിയ ഭാഗം മൊത്തം, ആ തറ മൊത്തം ഐസ് കട്ടയാണ്. അതിൻ്റെ കൊച്ചു കൊച്ചു ഡോറുകളാണ് കാണുന്നത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ആ ചേട്ടൻ പറയുന്നുണ്ട്, അത് ഫസ്റ്റ് സൈഡിൽ കാണുന്നത് കറക്റ്റ് ഉപ്പുവെള്ളമാണ്. ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നത് നല്ല പ്യുവർ വാട്ടറാണ്. അതായത് ഡ്രിങ്കിങ് വാട്ടറെ പോലെ തന്നെ പ്യുവർ വാട്ടറാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഐസായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതും പുള്ളി നമുക്ക് കാര്യമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞു ഈ വെള്ളം എന്ന് പറഞ്ഞാൽ 4 സൈഡിലും നല്ല എന്താ പറയുക, എല്ലാ ഭാഗത്തേക്കും ഈ മെഷീനിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലായിടത്തേക്കും ഈ വെള്ളം എത്തപ്പെടുന്നത്. അതിനുശേഷമാണ് ഇതിനെ ഐസ് കട്ടയാക്കി അവരത് മാറ്റുന്നത്. ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടാണ് അവർ ആ ടെമ്പറേച്ചർ ലെവൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് പോലും. എന്നിട്ട് അതിനുശേഷമാണ് ഇതിനെ ഇത്ര ടെമ്പറേച്ചറിലാക്കിയിട്ടാണ് നമ്മൾ അതിനെല്ലാം ഐസ് കട്ടയാക്കിയിട്ട് അവരത് ചെയ്തു തരുന്നത്. അതുകൊണ്ട് നമ്മളെ ആ ഐസ് കട്ടയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ബോക്സിൽ ഇട്ട് വെക്കുന്നതാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. ആ ഡോർ ഓരോന്നിട്ട് അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഐസ് ആയിട്ടില്ല, വെള്ളം ഐസായി വരുന്നതേ ഉള്ളൂ. ആ സ്ഥലത്ത് വേറെ 1-2 എണ്ണം ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ പകുതി, ഒരു 1/4 ഭാഗമായിട്ട് ഇതും പക്ഷെ ആയിട്ടില്ല. എന്നാൽ അതുകൊണ്ടാണ് അവരത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഐസ് ആകുന്നത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ്, ഇത് കുറച്ചായിട്ടുണ്ട്, എന്നാൽ മധ്യത്തിലേത് ഇനിയും ഐസ് ആകാനായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മളെ 2-3-4 ഡോർ അവർ ഓപ്പൺ ചെയ്ത് നമ്മളെ കാണിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ആ ചേട്ടന് അവിടുത്തെ ഒരു ക്രെയിനുണ്ട്. അതായത് ഈ ഐസ് കട്ട ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, ഈ ബോക്സ് അങ്ങനെ തന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി ആ ക്രെയിൻ നീക്കിക്കൊണ്ട് വന്നിട്ട് ആ കൊളുത്ത് ആ ഐസ് കട്ടയുടെ ആ സൈഡിലേക്ക് ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കൊടുത്തിട്ട് ഉയർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉയർത്തിയെടുത്തിട്ട് അവിടെ ഒരു സൈഡിൽ വെള്ളം ഇരിപ്പുണ്ട്, അതിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നതാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഐസ് കട്ട അതിലേക്ക് സെപ്പറേറ്റ് ആകുന്നത്. അപ്പോൾ ഇത് ശരിയാകാത്തതുകൊണ്ട്, പൂർണ്ണമായിട്ടും ഐസ് കട്ട ആകാത്തതുകൊണ്ട് തിരിച്ച് അതിലേക്ക് തന്നെ വീണ്ടും ഇറക്കി താഴ്ത്തി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ആ ചക്രത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അതങ്ങനെ താഴേക്ക് പോവുകയും ഉയർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഐസ് കട്ട എടുത്തിട്ട് ആ ബോക്സിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി ഈ വെള്ളത്തിലാണ് കൊണ്ടുവന്നിടുന്നത്. ഈ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് പുറത്തേക്ക് മാറ്റി ഒരു ഹുക്ക് കൊണ്ട് ആ ഐസ് കട്ടയുടെ സൈഡിൽ കൊടുത്ത് വലിക്കുമ്പോഴാണ് ഈ മാതിരിയിട്ട് ഈ ഐസ് കട്ടയായിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഐസ് കട്ട സെപ്പറേറ്റ് ആക്കിയിട്ട്, അത് നേരത്തെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ കട്ടകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇത് പ്രവർത്തിക്കാൻ വേണ്ട കംപ്രസറാണിത്. അത് താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കംപ്രസർ പ്രവർത്തിക്കുമ്പോഴാണ് മുകളിലത്തുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് പിന്നെ അമോണിയയാണ് പൈപ്പിലൂടെ കടത്തി വിടുന്നത്. അതൊരു പ്രധാന ഘടകം അമോണിയ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഐസ് കട്ടയാക്കാൻ വേണ്ടത് അമോണിയ കൂടിയാണ്. പിന്നെ ഇപ്പോൾ ഐസ് കട്ട മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ, അവരത് എടുത്ത് വെച്ചിട്ട് ഈ മെഷീനിലിട്ടിട്ടാണ് ഈ ഐസ് കട്ടയെ അവർ പൊടിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി മുകളിൽ ഒരാൾ നിൽപ്പുണ്ട്. പുള്ളി ഈ ഐസ് കട്ട അതിനകത്തേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അത് താഴെ 2 പേര് പ്ലാസ്റ്റിക് ചാക്കുമായിട്ട് നിൽപ്പുണ്ട്. ഇതിനെ പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചാക്കി കാണുന്നത്. ഇങ്ങനെ പൊടിച്ച് അവരോരോ ഇതുകൊണ്ട് കോരി എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോസസ്സ് ഈ ഐസ് കട്ടയുടെ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.